കേരളം ഭരിച്ചാൽ ഏറ്റവും വൃത്തികെട്ടവൻ പിണറായി സർക്കാർ. അത്ര വൃത്തികെട്ടവനാണ്. 2 വർഷം കൊണ്ട് ഈ കേരളം കുട്ടിച്ചോറാക്കും. നാട് ഭരിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പരനാറിയാണ് പിണറായി വിജയൻ. ഇത് ഞാൻ പറഞ്ഞതല്ല, ആരാണ് പറഞ്ഞതെന്ന് കേൾക്കാം. നമസ്കാരം, അനന്തപുരി ബ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത്. ഇലക്ഷൻ കഴിഞ്ഞു അല്ലേ? എല്ലാം വളരെ സൈലൻ്റായി. ഇന്നലെ വരെ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഇലക്ഷൻ വോട്ടെടുപ്പിനുള്ള ധൃതിയിൽ ഓട്ടമായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും വളരെ ഗംഭീരമായ പ്രചരണം നടത്തി ഓരോരുത്തരും അവരവരുടെ പാർട്ടിക്കാർ ജയിക്കുമെന്ന് പറഞ്ഞ് ഓടുകയാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാറി മാറി ഭരിച്ച് എന്ത് ചെയ്തു എന്ന് ജനങ്ങളും ചോദിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു ചോദ്യം. കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പരനാറിയാണ് പിണറായി സർക്കാർ എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, 2.5 വർഷം കൊണ്ട് ഈ കേരളത്തെ കട്ടുമുടിച്ച് നശിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഇതാരാണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല. ഞാൻ ഒരു ഓൺലൈൻ ചാനലിൽ കേട്ട കാര്യമാണ്. അത് ശരിക്കും യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഇത് നിങ്ങളെയും കാണിക്കുന്നു. 2 വർഷം കൊണ്ട് ഈ കേരളം കുട്ടിച്ചോറാക്കും. ജനങ്ങൾ പറയുന്നത് സ്വന്തം കീശ വീർപ്പിച്ച് മറ്റു മന്ത്രിമാർക്ക് കട്ടും നശിപ്പിച്ച് സ്വന്തം കുടുംബം നോക്കി മുന്നോട്ട് പോകുന്ന ഒരു ഭരണ കക്ഷിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. നമ്മുടെ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ. പെൻഷനില്ല, ജോലിയില്ല, ഒന്നുമില്ല. ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്, LDF വരും, എല്ലാം ശരിയാകും. എല്ലാം ശരിയാക്കി, മൊത്തം ശരിയാക്കി. ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ? ഓൺലൈൻ ചാനലൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. ഏത് നമ്മൾ ഓപ്പൺ ചെയ്ത് രാഷ്ട്രീയ കാര്യങ്ങൾ, നമ്മുടെ കേരള സർക്കാരിൻ്റെ കാര്യം, പിണറായി സർക്കാരിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങൾ കാറി തുപ്പുകയാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ്. പിണറായി സർക്കാർ 2 പ്രാവശ്യം അല്ലേ, 10 വർഷം തികയാൻ ഇനി 2.5 വർഷം ബാലൻസ് നിൽക്കവേ ഈ ബാക്കി 7.5 വർഷം എന്താണ് ചെയ്തത്? ജനങ്ങൾക്ക് ഉപകാരമായ എന്ത് കാര്യമാണ് ചെയ്തത്? സ്വന്തം കാര്യങ്ങൾ നേടുക എന്നുള്ളതല്ലേ. എന്നിട്ട് തോന്നിയാസങ്ങൾ കാണിച്ച് ജനങ്ങൾ വഴിതടയലും സമരങ്ങളും പ്രതിഷേധമായി ചെല്ലുമ്പോൾ അവരെയൊക്കെ മൃഗീയമായി ഉപദ്രവിക്കുക എന്നുള്ളതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം പിണറായി സർക്കാരിനെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു അതോ 2 കൈകൊണ്ടും ആട്ടിപ്പായിച്ചോ എന്നുള്ളത്. 2 വാക്ക് പറയാൻ തന്നെയാണ് ഞാനും വന്നത്. കാരണം ഈ ഭരണം കണ്ടാൽ ഏതൊരു വ്യക്തിയും പറഞ്ഞു പോകും. ഞാൻ മാത്രമല്ല, സ്വന്തം പാർട്ടിക്കാർ തന്നെ, അവർക്ക് കൊടി പിടിക്കുന്നവർ തന്നെയാണ് ആദ്യം ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് സ്വയം മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും 2.5 വർഷം കേരളത്തെ വിറ്റുമുടിക്കാതെ നല്ലൊരു ഭരണകർത്താവായെങ്കിലും ഇറങ്ങിപ്പോവുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതെങ്കിലും കൊടുക്കുക. ലൈഫ് മിഷനിലെ വീടും കാര്യങ്ങളും കാശും ഒക്കെ എല്ലാം അനുവദിച്ചിട്ടും ഒന്നും തന്നെ കൊടുക്കാതെ പകുതിയിലാക്കി. ജനങ്ങൾ ഇനി അടുത്ത് മഴക്കാലമാണ്. ജനങ്ങൾ ഇനി എന്ത് ചെയ്യും? പലരും വീടിൻ്റെ മേൽക്കൂരയില്ലാതെ നടക്കുന്നുണ്ട്. ലൈഫ് മിഷനിൽ വീട് കൊടുത്തു, പക്ഷെ പൂർത്തീകരിച്ചില്ല. അങ്ങനെ ഒരുപാട് പരാതികൾ ഞാനും കേട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും ഈ 2.5 വർഷം കേരളത്തെ വിറ്റ് നശിപ്പിക്കാതെ നല്ലൊരു ഭരണം കാഴ്ചവെച്ചെങ്കിലും ഇറങ്ങിപ്പൊക്കോണം. ഇനി എന്തായിരുന്നാലും വരാൻ പോകുന്നില്ല. കാരണം സർക്കാരിൻ്റെ അടിമകളും ചേർന്ന് പലരെയും മൃഗീയമായി അടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുകയാണ്. സിദ്ധാർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഇവിടെ ഒരു ഭരണകർത്താവില്ല, ഭരണപരിഷ്കാരങ്ങളൊന്നുമില്ല. ഇവിടെ ഭരണം ദുർവിനിയോഗം ചെയ്യുന്ന പിണറായി സർക്കാരിൻ്റെ കാലമാണ്. അതുമാത്രമല്ല, പാർട്ടി വിടുന്നുണ്ട് പലരും. LDF, UDF 2 പാർട്ടി, കോൺഗ്രസ് പാർട്ടികൾ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിട്ടിട്ട് BJPയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയിലെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികൾ കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നും BJPയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് തന്നെ മനസ്സിലായി ഇനി ഈ പാർട്ടിയിൽ തുടർന്നിട്ട് കാര്യമില്ല, കാരണം ഉപയോഗമില്ല. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നില്ലേ, ഇപ്പോൾ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാർട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ് പലരും, അല്ലേ? പല വ്യക്തികളും ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഒത്തിരി പേര് പാർട്ടി വിട്ടു. കോൺഗ്രസ് നിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നും ഒരുപാട് പേര് മാറുന്നുണ്ട്, മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകളും കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ രണ്ട് പാർട്ടികളെ കാണില്ല. ഈ ഒരു അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിണറായി സർക്കാരിൻ്റെ കാലമാണത്. ജനങ്ങൾ ചിന്തിക്കൂ, മനസ്സിലാക്കൂ. ശരിയെന്ന് തോന്നിയാൽ നിങ്ങൾ തന്നെ പ്രതികരിക്കുക. പുതിയ വാർത്തകളുമായി അനന്തപുരി ബ്ലോഗ് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും.